بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا
സത്യവിശ്വാസിയും പ്രപഞ്ചനാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. റബ്ബിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളെയും പരമാവധി കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉസ്മാൻകാരുടെ അമ്മയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുന്ന ആളുകളാണ് നമ്മളോട്. പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പള്ളിയിലാവട്ടെ അതല്ലാത്ത സാഹചര്യത്തിലാവട്ടെ മുഖം മറച്ച് ഇതുപോലെ അകലം പാലിച്ച് ഇടക്കിടക്ക് കൈകളും മറ്റും വൃത്തിയാക്കി പരമാവധി കൂടിച്ചേരലുകൾ ഒഴിവാക്കി ജീവിക്കുന്നതും ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമാണ്. അതങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ആ ലഭിച്ച മുന്നറിയിപ്പ് അവഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന്റെ ഫലം പ്രതികൂലമായിരിക്കും എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി ആ കാര്യം സൂക്ഷിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. യാത്ര ചെയ്തു പോകുന്ന, വാഹനം ഓടിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും ചിത്രങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവന്റെ ഗുരുനാഥന്മാർ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ അവർ നൽകാറുണ്ട്. രോഗവുമായിട്ട് ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിലും പലതരത്തിലുള്ള മുന്നറിയിപ്പ് നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ, മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള, ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് എന്ന് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. മനുഷ്യ സമൂഹത്തിന്, മാനവ ചരിത്രത്തിന്, മാനവ സമൂഹത്തിന് അവരുടെ രക്ഷിതാവ് ഒട്ടനേകം മുന്നറിയിപ്പുകൾ നൽകുകയും ആ മുന്നറിയിപ്പുകൾ സൂക്ഷിക്കാൻ, അതിനെ സ്വീകരിക്കുവാൻ അവരുടെ മുമ്പിലേക്ക് വന്ന അവർ പഠിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യനോട്, മാനവ സമൂഹത്തിനോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന അവരുടെ രക്ഷിതാവ്, അവന്റെ കരുണയിൽപ്പെട്ടതാണ് ചില മുന്നറിയിപ്പുകൾ. ഒരു സമൂഹവും ഈ ലോകത്തേക്ക്, ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സൃഷ്ടിച്ചു വിട്ട ഒരു സമൂഹത്തിന് പോലും കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകളായി, സന്തോഷവാർത്തയായിക്കൊണ്ടും മറ്റും മുന്നറിയിപ്പുകളായിക്കൊണ്ടും സന്തോഷവാർത്തയായും ലോകരക്ഷിതാവ് അവരിലേക്ക് ഒരു മുന്നറിയിപ്പുകാരനെ, അല്ലെങ്കിൽ അവരെ സമുദ്ധരിക്കുന്ന, അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ നൽകാതെ ലോകരക്ഷിതാവ് സമൂഹത്തെ സമൂഹത്തെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സമൂഹവും ഇല്ല അവരിലേക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ കടന്നു വരാതെ അവർ ജീവിച്ചു പോയിട്ടില്ല, ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിട്ടില്ല. വ്യക്തമായ മുന്നറിയിപ്പുകാർ അവരിലേക്ക് വന്നിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മാനവ ചരിത്രം ആരംഭിക്കുമ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത് പടർന്നു പന്തലിച്ച് പ്രവാചകന്മാർ കടന്നു വരുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആ പ്രബോധന പ്രവർത്തനങ്ങൾ അഖിലവും അത് മുന്നറിയിപ്പുകളായിരുന്നു. അവർ ജീവിക്കേണ്ടുന്ന, അവര് കടന്നു പോകുന്ന മേഖലകളിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, അവർ ജീവിക്കേണ്ടുന്ന രീതിയിൽ അവരുടെ രക്ഷിതാവ് നിർദ്ദേശിച്ച രൂപത്തിൽ അവർ ജീവിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ത്? അതുപോലെ തന്നെ ആ രക്ഷിതാവ് നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ കൃത്യമായിക്കൊണ്ട് മുന്നോട്ട് നയിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് എന്ത്? അത് കൃത്യമായിക്കൊണ്ട് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്ഷയും ശിക്ഷയും, സ്വർഗവും നരകവും, നന്മയും തിന്മയും, അവിടെ ധർമ്മവും അധർമ്മവും കൃത്യമായിക്കൊണ്ട് വിവരിച്ച് അവരിലേക്ക് അറിയിച്ചു നൽകുന്ന പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും കടന്നുപോയിക്കൊണ്ട് തന്നെയാണ് ഓരോ സമൂഹവും മാനവ ചരിത്രത്തിൽ ജീവിച്ചു പോയത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്.
كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه كان الناس أمة واحدة മനുഷ്യരെല്ലാവരും ഒരൊറ്റ സമൂഹമായിരുന്നു. പിന്നീട് അവർ ഭിന്നിച്ചു പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല പ്രവാചകന്മാരെ ആ സമൂഹങ്ങളിലേക്ക് നിയോഗിച്ചു. അവർക്കുള്ള നിർദ്ദേശം മുബശ്ശിരീന, അവര് മുബശ്ശിറുകളായിരുന്നു, വമുൻദിരീൻ, അവര് മുൻദിറുകളായിരുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിരുന്നു. ജീവിതത്തിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, അതിൽ വിശ്വസിക്കുകയും അത് ആചരിക്കുകയും അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ആളുകൾ, ആ സമൂഹത്തിൽ നിന്ന് ആരാണോ അവർ കടന്നു ചെല്ലുന്ന സമൂഹത്തിൽ അവരുടെ വാക്കുകൾക്ക് വില കൊടുത്ത് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ആരാണോ, അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് ലോകരക്ഷിതാവിന്റെ ബശാറത്ത്, സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയായിരുന്നു ഒരു ഉത്തരവാദിത്തമെങ്കിൽ, അതോടൊപ്പം തന്നെ അതിനെ ധിക്കരിക്കാൻ പോകുന്ന ജീവിതം നയിക്കുന്ന ആളുകളുണ്ടാകും. അതിന് ചെവി കൊടുക്കാതെ, അതിലേക്ക് കടന്നു വരാതെ, താൻ പോർമയോടുകൂടി അഹങ്കാരത്തോടുകൂടി അതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അവർക്കുള്ള മുന്തിരിയും അവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഈ രൂപത്തിൽ ജീവിച്ചു പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത്. ഈ മുന്നറിയിപ്പുകളെ നിങ്ങൾ അവഗണിച്ചു പോയാൽ, ഈ നിർദ്ദേശങ്ങളെ നിങ്ങൾ അവഗണിച്ചു പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഗൗരവമേറിയ ദുരന്തമാണ് എന്നുകൂടി അവരെ ഓർമ്മപ്പെടുത്തുന്ന നബിയുകൾ, അമ്പിയാകൾ ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവരിലേക്ക് വേദഗ്രന്ഥങ്ങളെയും അല്ലാഹു തആല നിയോഗിച്ച് അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഓരോ സമൂഹത്തിലും വേദഗ്രന്ഥങ്ങളെ അല്ലാഹു തആല അവരുടെ പ്രവാചകന്മാരോട് അവതരിപ്പിച്ചത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബിയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. പ്രവാചകന്മാരെ, നമ്മുടെ ദൂതന്മാരെ നാം നിയോഗിക്കുകയുണ്ടായി. അവരുടെ കൂടെ ബിൽ ബിയ്യിനാത്ത്, വ്യക്തമായ വേദഗ്രന്ഥങ്ങൾ, വ്യക്തമായ ഏടുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതെന്തിനാണ്? വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. അവർ നിലകൊള്ളേണ്ടുന്നിടത്ത് അത് സ്വീകരിക്കുന്ന ആളുകൾ, അത് കേൾക്കുന്ന പ്രബോധിത സമൂഹം, അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ കടന്നു ചെല്ലുന്ന ആ സമൂഹം, അവർ നിലകൊള്ളേണ്ടത് ഖിസ്തിലാണ്, നീതിപ്രകാരം. അവരുടെ ജീവിതം മുഴുവൻ അത് നീതിയിലായിരിക്കണം. അനീതിയിലേക്ക്, ഒരു കാര്യത്തിലും അനീതിയിലേക്ക് പോകുന്ന, അവരുടെ വിശ്വാസ രംഗത്തോ ആചാര രംഗത്തോ കർമ്മരംഗത്തോ തന്നിഷ്ടപ്രകാരമല്ല, മറിച്ച് ആ വേദഗ്രന്ഥം അവരെ പഠിപ്പിക്കുന്ന, ആ വേദഗ്രന്ഥത്തിൽ എന്തൊന്നാണോ ഉള്ളത് അത് അവരിലേക്ക് കടന്നു ചെന്ന പ്രവാചകൻ, ആ ദൂതൻ അവരെ ഓർമ്മപ്പെടുത്തും. അത് സ്വീകരിച്ച് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വേദഗ്രന്ഥങ്ങൾ അവരിലേക്ക് നാം അവതരിപ്പിക്കുകയുണ്ടായി എന്ന് പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ആ പ്രവാചകന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട, ആ പ്രവാചകന്മാരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും തിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലുള്ള തൗറാത്തിനെയും ഇഞ്ചീലിനെയും സബൂറിനെയും അവസാന വേദഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. തൗറാത്തിന്റെ അവതരണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നാ അൻസൽന തൗറാത്ത് ഫീഹാ ഹുദൻ വനൂർ. തീർച്ചയായും വേദഗ്രന്ഥമായിക്കൊണ്ട് തൗറാത്തിനെ നാം അവതരിപ്പിച്ചു. അതിലുള്ളത് ഹുദയാണ്, സന്മാർഗ്ഗ ദർശനമാണ്, വെളിച്ചമാണ്. മനുഷ്യർ അവരിങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധകാരം, അധർമ്മം, തിന്മ, അതിൽ നിന്നൊക്കെ അവർക്ക് വെളിച്ചം നൽകുന്ന സന്മാർഗത്തെ അവർക്ക് വെളിവാക്കി നൽകുന്നതാണ് തൗറാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അവർ സ്വീകരിച്ച, അല്ലെങ്കിൽ ആ വേദഗ്രന്ഥത്തിന്റെ സാരാംശം തന്നെയാണ്, അതിനെ വിശദീകരണം, അതിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തി സംസാരിക്കുന്നത്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തെ സത്യപ്പെടുത്തി സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ താളുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് കിതാബ്, അതാണ് വേദഗ്രന്ഥം. ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികൾക്ക്
റബ്ബിനെ സ്വീകരിച്ചിട്ടുള്ള, റബ്ബിനെ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസികൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് സന്മാർഗമാണ്. മറ്റൊരിടത്ത് ഹുദല്ലിന്നാസ്, ലോക സമൂഹത്തിന്, മാനവ കുലത്തിന് മുഴുവൻ അത് സന്മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പരിശുദ്ധ റമദാനിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് സൂറത്ത് ബഖറയിൽ നമ്മൾ കാണുന്നത് ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. സത്യവും അസത്യവും അതെന്താണ് എന്നുള്ളത്, എന്താണ് ഹുദ, സന്മാർഗം എന്താണ്, ഫുർഖാൻ എന്താണ് എന്നവരുടെ മുമ്പിൽ വിശദീകരിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. അതിനുവേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ആ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് പകർന്നു നൽകിയ, പഠിപ്പിച്ചു നൽകിയ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വനദീറ, യാഥാർത്ഥ്യവും കൊണ്ട്, സത്യവും കൊണ്ട് താങ്കളെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ബശീറായി നദീറായി കൊണ്ടാണ്. മറ്റുള്ളവർക്ക്, മനുഷ്യന്, ലോക സമൂഹത്തിന് ബശാറത്ത് നൽകണം, സുവിശേഷം അറിയിക്കണം. സ്വർഗത്തെ കുറിച്ച് നന്മകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ഈ ലോകത്തും പരലോകത്തും അവർക്ക് ലഭിക്കുന്ന സന്തോഷത്തെ കുറിച്ച് അവർ അറിയിക്കണം. അതോടൊപ്പം തന്നെ നദീറായി മാറണം. അവരെ അതിൽ നിന്ന് കുതിരമാറി ഇതൊക്കെ കേട്ടിട്ടും ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാതെ, നമ്മൾ ആ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ അത് സ്വീകരിക്കാനുള്ളതാണ്, അത് സ്വീകരിക്കാതെ കടന്നു പോയാൽ, അത് ഏത് മനുഷ്യനാണെങ്കിലും ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം അത് ഇന്ന പ്രകാരം ക്രമീകരിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ വ്യായാമ ക്രമങ്ങൾ, നിങ്ങളുടെ ജീവിത രീതികൾ അത് ഇന്ന പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കേട്ട് അത് ശ്രദ്ധിക്കാതെ പോകുന്ന മനുഷ്യൻ, അയാൾ അതിന്റെ ഫലം പലപ്പോഴും ജീവിതത്തിൽ, ഈ ഐഹിക ജീവിതത്തിൽ അയാൾ അത് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, റോട്ടിലിറങ്ങി വാഹനം ഓടിക്കുന്ന മനുഷ്യൻ മുമ്പിൽ കാണുന്ന സൈൻ ബോർഡുകളെ, മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുമ്പോ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട് എങ്കിൽ ആലോചിച്ചു നോക്കൂ. ഐഹിക ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഇന്ന് അണിഞ്ഞിട്ടുള്ള കേവലം ഇഞ്ചുകൾ മാത്രമുള്ള മാസ്കിന് പോലും ധർമ്മമുണ്ട് എങ്കിൽ, ആ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇത് നമ്മുടെ മുമ്പിലേക്ക് വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് ആ വേദഗ്രന്ഥത്തിന്റെ സാരാംശം വ്യക്തമായിക്കൊണ്ട് 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യത്തിലൂടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും കേട്ടിട്ടും കേൾക്കാത്തത് പോലെ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അത് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ, പ്രവാചകന്റെ വാക്കുകൾ തന്നെ, റസൂലിന്റെ വാക്കുകൾ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കാതെ, അംഗീകരിക്കാതെ, ജീവിതത്തിൽ ആചരിക്കാതെ, പാലിക്കാതെ പോകുന്നവൻ അവന് സംഭവിക്കാനുള്ളത് വലിയ ദുരന്തമാണ് എന്നുള്ളത് എത്രയോ ചെറിയ പ്രായം മുതൽ, പിന്നെ ബുദ്ധി ഉറച്ച പ്രായം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ആ റസൂലിന്റെ പ്രബോധനത്തെ കുറിച്ച്, റസൂലിന്റെ ദൗത്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം ഇങ്ങനെയാണ്: അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നഹു ലൈസ മിൻ ശൈഇൻ യുഖല്ലിബുകും മിനൽ ജന്ന വയുബ്ഇദുകും മിനൻ നാർ ഇല്ലാ ഖദ് അമർതുകും ബിഹി. നിങ്ങൾ അറിയണം, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതോ നരകത്തിൽ നിന്ന് അകറ്റുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടുപോയിട്ടില്ല. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും നിങ്ങളെ പഠിപ്പിച്ചു തരാതെ, നിങ്ങളിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിട്ടില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താതെ ഈ ലോകത്ത് ഞാൻ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, നരകത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതും നിങ്ങളെ പഠിപ്പിക്കാതെ, പിന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താതെ, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ എന്റെ പ്രബോധന ദൗത്യം അത് അവസാനിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കൃത്യമായ മാർഗനിർദ്ദേശം അത് നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ച, അലമാരകളിൽ ഭദ്രമാക്കി വെച്ച, ഷോക്കേസുകളിൽ സൂക്ഷിക്കും, പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പൊടി പിടിക്കാതെ കവറുകൾക്കുള്ളിൽ മടക്കി വെച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിന്റെ നിർദ്ദേശങ്ങളാണ്, അതുമായി അത് വിശദീകരിക്കുന്ന ക്ലാസുകളാണ്, വാക്കുകളാണ്, ഖുത്ബകളാണ് എങ്കിൽ അത് കേൾക്കാനും, അത് അംഗീകരിക്കാനും, അതിന് കേൾക്കാനുള്ള ആ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും നമ്മുടെ എത്ര ആളുകൾ, നമ്മുടെ കുടുംബത്തിലെ എത്ര ആളുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. പറഞ്ഞു, ഞാനും അന്ത്യസമയവും അത് നിയോഗിക്കപ്പെട്ടത് ഇതുപോലെയാണ്. തന്റെ 2 വിരലുകൾ ചേർത്ത് പിടിച്ച് നടുവിരലും ചൂണ്ടുവിരലും ഒട്ടിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് ഞാൻ അന്ത്യസമയവും. ഞാൻ ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സംഭവിക്കാനുള്ളത് അന്ത്യസമയമാണ് എന്ന് റസൂലുള്ളാഹി. അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ ഗുരു, ആ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം റബ്ബിലേക്ക് തിരിച്ചു പോയെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഈ ലോകത്തിന്റെ തന്നെ അന്ത്യം കുറിച്ചുകൊണ്ട് ആ ഖിയാമത്ത് നാൾ എന്ത് സമയം കടന്നു വരുന്നതിനെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലിന്റെ നിയോഗത്തെ കുറിച്ച് അതിലേക്ക് ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത് എങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് വരുന്ന ഏതൊരു നിർദ്ദേശവും മുന്നറിയിപ്പും സന്തോഷ വാർത്തയും അത് ഹൃദയത്തോടുകൂടി ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കുന്നവനാണ് വിശ്വാസി. വിശ്വാസിക്കാണ് മുന്നറിയിപ്പുകൾ പിന്നെ ഗുണം നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് വഅഖാമുസ് സ്വലാത്ത്. നമസ്കാരം നിലനിർത്തുന്ന അല്ലാഹുവിനെ അദൃശ്യമായി വിശ്വസിക്കുന്ന ലോകരക്ഷിതാവ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. എന്റെ മനസ്സിന്റെ ചിന്തകളും എന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും എന്റെ രഹസ്യ ജീവിതവും കൃത്യമായി കൊണ്ട് എന്റെ റബ്ബ് ചൂഴ്ന്നറിയുന്നുണ്ടെന്ന് ഓർമ്മയുള്ള അതിനെക്കുറിച്ച് ദൃഢമായ വിശ്വാസമുള്ള വിശ്വാസിക്ക് മാത്രമാണ് അല്ലദീന യഖ്ശൗൻ. അത് ആരാണ് മുന്നറിയിപ്പുകൾ കൊണ്ട് ഭയപ്പെടുക? ഇന്നമാ തുൻദിറു അവർക്ക് മാത്രമാണ് മുന്നറിയിപ്പുകൾ ഗുണം നൽകുക, വിശ്വാസിക്ക് മാത്രം. നമുക്ക് മുന്നറിയിപ്പുകൾ നമ്മളിലേക്ക് വന്ന സ്വർഗത്തിനെയും നരകത്തെയും ഖബറിനെയും രക്ഷയെയും ശിക്ഷയെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം അവിടെ എന്തൊക്കെയോ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിൽ അവഗണിച്ചു പോകുന്ന ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ മനസ്സില്ലാതെ അതിനെ തള്ളിക്കളഞ്ഞ് മറ്റുള്ള ഈക സുഖം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സംഭവിക്കുന്നത് എന്താ? അവഗണിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദമായിട്ടുണ്ട്. മുൻകഴിഞ്ഞ സമൂഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിന്റെ താളുകൾ സമൂദും ആദും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഗോത്രവും സമൂഹവും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹവും ഇതുപോലെ 1000 പ്രവാചകന്മാരുടെ ചരിത്രത്തിന് അവരെ നശിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിന്റെ നാശത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, വിശദമായി പലരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, അവർക്ക് സംഭവിച്ച പരാജയത്തെ കുറിച്ച് അവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ചരിത്രം അത് അതിങ്ങനെ കേട്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് അതിന് ചില പാഠങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന പദങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. ഫകദ്ദബൂഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഫകദ്ദബൂഹു ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽ വഅഗ്റഖന അല്ലദീന കദ്ദബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമൻ അമീൻ. ഫകദ്ദബൂഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 950 വർഷക്കാലത്തെ പ്രബോധന മുന്നറിയിപ്പുകൾ അവർ കളവാക്കി, സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫഅൻജയ്നാഹു വല്ലദീന മഅഹു, അദ്ദേഹത്തെയും ആ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരെയും ഞാൻ രക്ഷപ്പെടുത്തി. ഫിൽ ഫുൽ, അവരുണ്ടാക്കിയ കപ്പലിൽ കയറ്റിയവരെ രക്ഷപ്പെടുത്തി. വഅഗ്റഖന അല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയാത്തുകളെ കളവാക്കിയ ആളുകളെ അവരെ നാം മുക്കി നശിപ്പിക്കുകയുണ്ടായി. അവർ സ്വയം അന്ധത ബാധിച്ച, ഒന്നും മനസ്സിലേക്ക് ചെവിയിലേക്ക് കേൾക്കാത്ത, ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ഒരു സമൂഹമായിരുന്നു. നോക്കൂ, ആ ചരിത്രം പ്രയോജനപ്പെട്ടവരാണ് നമ്മൾ. സൂറത്തുൽ നൂഹ് അതിനെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്, മറ്റു ചില സൂറത്തുകളും സംസാരിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 900 വർഷക്കാലം പ്രബോധനം നടത്തി. അദ്ദേഹത്തിന്റെ സമൂഹത്തോട് നിരന്തരം പറഞ്ഞു. എന്നിട്ട് അവസാനം പ്രളയം ഉണ്ടാക്കിയ സമൂഹത്തെ നശിപ്പിക്കുകയുണ്ടായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ക്വിസിന്റെ കഥയായി അല്ലെങ്കിൽ ചോദ്യമായി കൊണ്ട് പ്രളയം കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമൂഹം ഏതാണ് എന്നുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിനുള്ള ഗുണപാഠം എന്താ? സ്വീകരിക്കാത്ത കേവലം തുച്ഛമായ വിലയിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ആ മുന്നറിയിപ്പിനെ ആ വശാലത്തിനായി നിദാനം സ്വീകരിച്ചത് എങ്കിൽ അത് സ്വീകരിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷയായിരുന്നു പ്രിയപ്പെട്ടവരെ അവർ ഏറ്റുവാങ്ങിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുന്നത്. കഥപുസ്തകമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാസികകളല്ല, വേദഗ്രന്ഥമാണ്. ഇനിയുമുണ്ട് പലരുടെയും കഥകൾ. ഇൻദാറുകളെ, നദീറുകളെ, നുദൂറുകളെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അവരതിനെ കളവാക്കി, അതിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നാ അർസൽനാ അലൈഹിം ഹസിബ, ഒരു തരത്തിലുള്ള ചരൽക്കാറ്റ് നാം അതിനെ നിയോഗിക്കുകയുണ്ടായി. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അവർ കാണിച്ചിരുന്ന തെമ്മാടിത്തം, അവരിലുണ്ടായിരുന്ന വൃത്തികെട്ട സ്വഭാവ രീതികൾ ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് നമ്മൾ. എന്നിട്ട് അവരെ അല്ലാഹു തആല ആ ഭൂമിയെ പിന്നെ കീഴിൽ മറിച്ചുകൊണ്ട് ഇന്നും അവരുടെ ഓർമ്മയിൽ ചാവുകളിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലുണ്ടെങ്കിൽ അവരുടെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്നു, അതിന്റെ വീഡിയോ നമ്മൾ കാണുന്നു. എന്നിട്ടോ അതിൽ നിന്നുള്ള
സ്വീകരിക്കാൻ അവർക്ക് സംഭവിച്ച പരാജയം, അവരുടെ പരാജയം, അവരുടെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങളെ ഇന്താളുകൾ തള്ളിക്കളഞ്ഞതായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര ഇന്താളുകളെ, മുന്നറിയിപ്പുകളെ, നിർദ്ദേശങ്ങളെ കേവലം കേട്ട് മറന്നു പോകുന്നു, അവഗണിച്ചു പോകുന്നു. എനിക്ക് ഇത് സംഭവിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സമൂഹം അവരും കളവാക്കി. എന്റെ ശിക്ഷയും ഞാൻ അവർക്ക് കൊടുത്ത മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു എന്ന് പ്രവാചകനെ താങ്കൾ കണ്ടില്ലേ? അവർക്ക് അവരിലേക്ക് ഒരു ഉഗ്രമായ ഒരു കാറ്റിനെ നാം നിയോഗിച്ചു. ഒരു അപശബ്ദത്തിന്റെ വിട്ടുമാറാത്ത അപശബ്ദത്തിന്റെ ദിവസത്തിൽ അവരിലേക്ക് ഞാൻ അത്തരത്തിലൊരു കൊടുങ്കാറ്റിനെ, ഉഗ്രമായ കാറ്റിനെ നാം അവരിലേക്ക് നിയോഗിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ആ കാറ്റ് മനുഷ്യരെ ഇങ്ങനെ പിഴുതെടുത്തു. അവര് കടപുഴകി വീണ ഈത്തപ്പനകൾ കണക്കെ ആ മനുഷ്യർ പിഴുതെടുക്കുകയുണ്ടായി. ആ കാറ്റ് അവരെ നശിപ്പിക്കുകയുണ്ടായി എന്ന് നൽകുന്നു. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിനെ കുറിച്ച് സമൂഹത്തിന്റെ ഗോത്രം ഇതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. നുദുറുകളെ, ഇന്ദാറുകളെ തള്ളിക്കളഞ്ഞു. ഒരു വലിയ ഘോര ശബ്ദത്തെ ഞാൻ അവരിലേക്ക് നിയോഗിച്ചു. അവർ വളച്ചു കെട്ടുന്ന, ആലയുണ്ടാക്കുന്ന, ആഴ്ന്നുണ്ടാക്കുന്ന ആളുകൾ പിന്നെ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന നിർമ്മിച്ച പഴയ ആലയുടെ മരത്തിന്റെ നിർമ്മിച്ച ഭാഗം പോലെ ഉപേക്ഷിക്കപ്പെട്ട രൂപത്തിൽ അവർ പോവുകയുണ്ടായി. ആ സമൂഹത്തെ വലിയൊരു ശബ്ദം കൊണ്ടാണ് നശിപ്പിച്ചത് എങ്കിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള മുന്നറിയിപ്പുകളാണ്. നമ്മളിലേക്ക് ഇതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവരാണ് വിശ്വാസികൾ. അല്ലാത്ത ആളുകൾ അവർ നയിക്കപ്പെടുന്നത്, അവർ തള്ളപ്പെടുന്നത് നമുക്കറിയാം നരകത്തിലേക്കാണ്. നരകത്തിന്റെ ഭീകരമായ മലക്കുകൾ ദേശത്തോടുകൂടി ആ മനുഷ്യരോട് ചോദിക്കുമെന്നാണ്. ദേശം കൊണ്ട് ആ ഒരു നരകം ഇങ്ങനെ പൊട്ടിക്കൊണ്ടു പോകുന്ന രൂപത്തിൽ അതിന്റെ കാടിനെ, അതിന്റെ ചൂടിനെ കൊണ്ടുവരും. ഓരോരോ സംഘത്തെ ആ നരകത്തിലേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ഫൗജായിക്കൊണ്ട്, സംഘമായിക്കൊണ്ട് ആ നരകത്തിന്റെ ആഴിയിലേക്ക്, ഭീകരതയിലേക്ക് അവരെ തള്ളുമ്പോൾ അവരോട് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ ചോദിക്കുമെന്നാണ്. മുന്നറിയിപ്പ് വന്നിട്ടില്ലായിരുന്നോ? മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ലേ? നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലേ? അറിയാതെ സംഭവിച്ചതാണോ? അറിവില്ലാതെ സംഭവിച്ചാണോ? അല്ല. കൃത്യമായ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വന്നിരുന്നു. ഞങ്ങൾ അറിയാത്ത ആളുകളല്ല, അല്ലേ? നമ്മുടെ അവസ്ഥയാണ്. അറിയില്ല എന്ന് പറയാൻ കഴിയും. അറിയില്ല, അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മളിൽ ആർക്കും കഴിയും. നമ്മുടെ ഈ പ്രദേശത്തുള്ള, നമ്മുടെ മഹല്ലത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കും കഴിയും. അറിയാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ആ അറിവിലേക്ക് എത്തിപ്പെടാനുള്ള മനസ്സുകൾ നമ്മൾ കാണിച്ചിട്ടില്ല. അറിയാത്തവരാണ്. ദീനിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയില്ല, നമുക്കറിയില്ല. വിശുദ്ധ ഖുർആനിലെ താളുകൾ ഈ വിരലുകൾ കൊണ്ട് എത്ര പ്രാവശ്യം മറിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. കേവലം ചെറിയ സൂറത്തുകളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അത് ആരുടെ കുറ്റാണ്? നമ്മുടെ സ്വയം കുറ്റാണ്. എല്ലാ സംവിധാനങ്ങളുണ്ട്, വിശാലമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആഴ്ചയിൽ ഖുതുബയും ക്ലാസും കഅദകളും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മാത്രം മതി. കേവലം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും സ്വച്ഛമായ തെളിഞ്ഞ ഹൃദയത്തോടുകൂടി, ചിന്തയോടുകൂടി ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്രയോ നമ്മുടെ ജീവിതത്തിൽ ദീനിയായിട്ട് ഉയരാൻ കഴിയും. അത് നമുക്ക് കഴിയുന്നില്ല. നമ്മൾ മറ്റു പലതിന്റെയും പിറകിലാണ്. അവര് പറയും ബല ഉണ്ട്, ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. മുന്നറിയിപ്പുകാർ ഒരുപാട് വന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ പ്രവാചകന്മാരുടെ ബാക്കിപത്രം, പ്രബോധന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിരച്ചിട്ടില്ല. 1000 ആളുകൾ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ തുച്ഛമായിരുന്നു, ഞങ്ങൾ കളവാക്കി. ഞങ്ങൾ പറഞ്ഞു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വെടിക്കിടവിലാണ്. ഞങ്ങളിലേക്ക് വന്ന ആളുകളെ ഞങ്ങൾ കളിയാക്കി, പരിഹസിച്ച്, നിർദ്ദേശിച്ച് ഒഴിവാക്കി. വാദവും ഖുതുബയും
ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും ഒക്കെ അതൊക്കെ ചില ആളുകൾക്കുള്ള അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവരെ പുകഴ്ത്താൻ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനുള്ള കാര്യമായി കണ്ടു. അപ്പോഴും ഞങ്ങൾ അങ്ങാടിയിലായിരുന്നു, അപ്പോഴും ഞങ്ങൾ ഗ്രൗണ്ടിലായിരുന്നു, അപ്പോഴും ഞങ്ങൾ ടർഫിലായിരുന്നു. പലയിടത്തും ഞങ്ങൾ പോകേണ്ടിയിരുന്നു, സമയം കിട്ടിയില്ല. ഞങ്ങളതിനെ കളവാക്കി, ഞങ്ങളതിനെ നിഷേധിച്ചു തള്ളി. എന്നിട്ട് ആ നരകത്തിൽ കിടന്നവർ അക്കഹിച്ച് പറയും, ഞങ്ങൾ കേട്ടിരുന്നു, കേൾക്കാൻ പോലും ശ്രദ്ധിച്ചില്ല. ഒരു 10 മിനിറ്റ് ഒരു ക്ലാസ് ഉണ്ടതിലേക്ക് വരണം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ക്ഷണിക്കാമെന്നാൽ അയാളെ ആക്ഷേപിച്ചു വിടാന്നല്ലാതെ ക്ലാസ്സിന് പോകൂല, പറയുന്ന ആളുടെ വാക്കും കേൾക്കൂല. എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാൻ 5 മിനിറ്റ് പോലും ശുദ്ധമായ ഹൃദയത്തോടുകൂടി തെളിഞ്ഞ മനസ്സോടുകൂടി ഇന്ന് വരെ ശുദ്ധത പോലും ശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കേവലം യാന്ത്രികമായ പ്രവർത്തനമായി പോകുന്നു. നോക്കൂ നിങ്ങൾ, കൊറോണ കഴിഞ്ഞ് പള്ളി നമ്മൾ തുറന്നപ്പോ നമ്മള് അതിന്റെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് 12:30 വരണം, കൃത്യമായിക്കൊണ്ട് അതിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞത്. ഇന്നിപ്പോ ആളുകൾ അതിനൊക്കെ പോയി ബാങ്ക് കൊടുത്തിട്ടും അതിലെ കയറി പോകുന്ന ആളുകൾ കാണുന്നുണ്ട്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മള് സ്വയം മാറാൻ. അല്ലെ, ഇതും ഒരു മുന്നറിയിപ്പ്. ഒരു വർഷക്കാലമായിട്ട് ഒരായിരങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ രോഗത്തിന് ഇങ്ങനെ ഈ രോഗത്തിടയേറ്റുകൊണ്ട് മരിച്ച് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായിട്ട് നമുക്ക് ഒരാളെ കണ്ടടക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തിനൊന്ന് മുഖം കാണാൻ പോലും 19 വർഷം ഒരു കുടുംബത്തിന്റെ കൂടെ ജീവിച്ച് 2-3 മക്കളുടെ ഉമ്മയായിട്ട് അവരെ താലോലിച്ച് വളർത്തിയ ആ ഉമ്മാന്റെ മുഖം ഒന്ന് തുറന്ന് കാണാൻ പോലും ഈ പറഞ്ഞ ഭീകരാവസ്ഥ കൊണ്ട് സാധ്യമല്ല. ആളുകൾ 10-15 അടി വിട്ടുനിന്നുകൊണ്ടാണ് അവർക്ക് നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. നമസ്കാരം നിർവഹിക്കാൻ, മയ്യത്ത് നമസ്കരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഭീതിയാണ്. എവിടെ? പള്ളിയിൽ മാത്രം, അങ്ങാടിയിൽ എവിടെയില്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും നമ്മുടെ മനസ്സ് പലപ്പോഴും ആ പഴയ ജഹാലത്തിലേക്ക് തന്നെ, പള്ളിയിലേക്ക് 12:30 മുമ്പ് തന്നെ, അത് ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും അതിന്റെ മുമ്പ് എത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഉണ്ടാക്കിയ നിയമത്തെ നമ്മൾ പലപ്പോഴും പാലിച്ചു. റബ്ബിന്റെ നിർദ്ദേശത്തെ, റസൂലിന്റെ സുന്നത്തിനെ സ്വീകരിക്കാൻ ഇപ്പോഴും വൈമനസ്യമാണ്. അവിടെ ഒരു കറുത്ത ഇരുണ്ട മനസ്സാണ് നമ്മൾ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മോശമാണ്. അവര് പറയുന്നു, കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞങ്ങൾ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകളായി മാറുകയില്ലായിരുന്നു എന്ന് അവരെ അവിടെ വെച്ച് പറയും. അവിടെ വെച്ച് പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മുന്നറിയിപ്പുകൾ ഓരോന്നും വിശുദ്ധ ഖുർആനിന്റെ താളുകളെ ചേർത്ത് വെച്ച് ഓരോ ദിവസം കുടുംബസമേതം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയണം. മുന്നറിയിപ്പുകൾ അവിടെ നിന്നാണ് കടന്നു വരിക. ആ മുന്നറിയിപ്പുകളെ സ്വീകരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. അതല്ല എങ്കിൽ ആദം സമൂഹവും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹവും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹവും പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഈ മുന്നറിയിപ്പ് കേട്ടിട്ടും അത് കേൾക്കാൻ മനസ്സ് കൊടുക്കാത്ത, ചെവി കൊടുക്കാത്ത ആളുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കേട്ടറിഞ്ഞ് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്ന, മുൻകഴിഞ്ഞ സമൂഹത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട റബ്ബിനെ സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ വൻ പാപങ്ങളിൽ നിന്നും ഞാൻ അറിയിച്ചു തരാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ ശിർക്കും മാതാപിതാക്കൾക്കുള്ള അവരോട് കാണിക്കുന്ന അധർമ്മവും പഠിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂട്ടിച്ചേർത്ത കാര്യമാണ് കള്ളം ജീവിതത്തിൽ, കള്ളത്തരങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും കള്ളസാക്ഷിയാവുകയും ചെയ്യുക എന്നുള്ളത് അത് മോശമാണ്, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തെ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയാണ് നോക്കുന്നത്. നമുക്ക് സാക്ഷിയാവേണ്ടുന്ന, നമ്മൾ സത്യസന്ധത കാണിക്കേണ്ടുന്ന ആളുകളാണ്. വിശ്വാസികളുടെ ഗുണം അതാണ് എന്ന് അറിയാം. നമ്മൾ കൃത്യമായിട്ടുള്ള സാക്ഷ്യം കൊടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ സത്യം മാത്രം പറയേണ്ടുന്ന
ജീവിക്കുന്നവരാണ്. അത് വിശ്വാസിയുടെ ഗുണമാണ്. ആ മുഖവുമായി കൊണ്ട് അത്തരത്തിലുള്ള പെരുമാറ്റ രീതിയുമായി കൊണ്ട് അത്തരത്തിലുള്ള ഇടപാടുമായി കൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസി എന്നും യായുവല്ലദീന ആമനു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം സാക്ഷിയാവുന്ന രൂപത്തിൽ രീതിയിൽ നിങ്ങൾ നീതിയോടൊപ്പം നിലകൊള്ളണം. നിങ്ങളുടെ നിലപാട്, നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതൊരു പക്ഷേ നിങ്ങൾക്കെതിരായിരിക്കും. നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഒരു കാര്യം അതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ, സത്യത്തോടൊപ്പം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമുക്കെതിരായിരിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെതിരായിരിക്കും. അവർ കാണിച്ച ഒരു തെറ്റ്, ഒരു അനീതി. പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അത്തരത്തിലുള്ള അനീതിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പലരെയും വിട്ടുപിടിച്ച് അധർമ്മത്തിന്റെ അനീതിമത്തിലൊക്കെ പോകുന്ന ആളുകളാണ്. വിശ്വാസത്തിൽ വിശ്വാസിയാണ് എന്ന് തോന്നിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ നിലപാട് സത്യസന്ധമായ നിലപാട് നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെതിരാണെങ്കിലും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾ നിലകൊള്ളേണ്ടത് സത്യസന്ധമായിട്ടായിരിക്കണം. വിശ്വാസികളെ റബ്ബിനെ സൂക്ഷിക്കണം. വിശ്വാസികളോടാണ് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. സ്വാദിഖ്യങ്ങളുടെ സത്യസന്ധന്മാരുടെ ഉണ്ടാവണം. അതുകൊണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ അത് സത്യമായിരിക്കണം എന്നുള്ളത് അറിയാവുന്നതാണ്. സത്യസന്ധതയുടെ നന്മയുടെ പാഠങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കേട്ടുപഠിച്ചിട്ടുണ്ടെങ്കിൽ മദ്രസ കാലഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള പാഠങ്ങൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ചവരാണ് നമ്മൾ എങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സാഹചര്യത്തിൽ അത് പ്രാവർത്തികമാക്കണം. സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, നന്മയിൽ ഉറച്ചു നിൽക്കുന്ന, നീതിയോടും ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനങ്ങളുമായി കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പാലിയേറ്റീവ് സംഘടനയുടെ നമുക്ക് അതിന്റെ ഭാഗമായി സഹകരിക്കാറുണ്ട്. അതിന്റെ ഒരു കളക്ഷൻ, അവരുടെ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോക്കിന്റെ ഒരു കളക്ഷൻ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതുമായി സഹകരിക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾ ഇന്ന് അതിന്റെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവരത് പിരിവ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കഴിയുന്ന ഒരു സംഖ്യ നമ്മളത് മുതൽക്കൂട്ടാവുന്ന നൽകണം. അതോടൊപ്പം തന്നെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. ഓരോ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്മളെല്ലാവരും ചേർന്ന് നൽകുന്ന ചെറിയ സംഖ്യ വലിയ സഹായമായിട്ട് തന്നെയാണ് ഒരു ചെറിയ സംഖ്യ എല്ലാ ആഴ്ചയിലും എല്ലാ സമയത്തും ആ ഒരു നന്മയിലേക്ക് മുതൽക്കൂട്ടാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അത് സഹകരിക്കുന്ന രൂപത്തിൽ നമ്മൾ മാറ്റി വെക്കണം. എല്ലാ ആഴ്ചയും ചെറുതാണെങ്കിലും നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത് വലിയ സഹായമായി മാറും. അറിയാം, റബ്ബിന്റെ മാർഗത്തിൽ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കുന്ന, നന്മയിൽ സമർപ്പിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെ സംബന്ധിച്ചുള്ള കുറ്റങ്ങളെയും കുറവുകളെയും അപ്പാക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന, അതിന്റെ ജന്നാത്തിൽ നയിക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാലത്ത് സംരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളോട് പ്രയാസപ്പെടുന്ന ആയിരങ്ങളുണ്ട്, നമ്മൾ വിട പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസമായിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قوي الحجاج. اللهم اجرنا من النار. اللهم أعنا على الكتاب والسنة وأمتنا على الإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا من لدنك رحمة. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك